വിവരം ഫോൺ ചെയ്ത് അറിയിച്ചത് വളരെ നന്ദി. അപ്പോൾ നിങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്ന കള്ളപ്പനാണെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചില്ല അല്ലേ? ഇത് കള്ളപ്പനാണെന്നുണ്ടെങ്കിൽ എന്താണ് സാർ തെളിവ്? ഇതിനുള്ള ഈ അടയാളമാണ് തെളിവ്. നിങ്ങൾ എന്തൊക്കെ വായിച്ചാലും ഇത് കള്ളപ്പനാണെന്ന് സ്ഥാപിക്കാനാവില്ല. അതുകൊണ്ട് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സ്വാമി കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്നാ തോന്നുന്നത്. ആവാ സാർ. ഇതിനു മുമ്പ് നിങ്ങളെപ്പറ്റി ഒരു പരാതിയും കേട്ടിട്ടില്ല. ആ നിലയ്ക്ക് നിങ്ങൾ എന്തിനാ ഇത്ര ഭയപ്പെടുന്നത്? നിങ്ങൾ സ്വയം പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിത. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. സത്യം പറയില്ല എന്ന് ഞാൻ സത്യം ചെയ്തു പോയി സാർ. ഓഹോ, സത്യം ചെയ്യിപ്പിച്ചാണോ സ്വാമി വിട്ടിരിക്കുന്നത്? ഇക്കാര്യത്തിൽ സ്വാമി കുഴയുന്ന മട്ടാണ്. കള്ളക്കടത്തുകാരോട് സത്യം ചെയ്തു പോയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നുണ പറഞ്ഞ് രക്ഷപ്പെടണമെന്ന് കരുതണ്ട. ഈ കള്ളക്കടത്തുകാർക്ക് ഏർപ്പാടുണ്ട്. ആരെ പിടിച്ചാലും ഒരു സത്യം പറയും. മറ്റുള്ളവർക്ക് ആപത്തുണ്ടാകാതിരിക്കാനും കേസ് തെളിവില്ലാതെ വിട്ടുപോകാനുമാണ് അവരങ്ങനെ ചെയ്യും. സ്വാമി ബുദ്ധിമാനാണല്ലോ. വിചാരിച്ച പോലൊന്നും അല്ലല്ലോ സ്വാമി. അപ്പോൾ ഈ 2 കഷ്ണം സ്വർണം ഞങ്ങൾക്ക് വന്നിട്ട് രക്ഷപ്പെടാമെന്നാണോ സ്വാമി കരുതുന്നത്? സാർ നോക്കണം, എന്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ തരുമായിരുന്നു. ഉണ്ടായിരുന്ന 10 കഷ്ണം നിങ്ങളെ പോലുള്ള പോലീസ് ഇൻസ്പെക്ടർ പിടിക്ക് വാങ്ങിയെടുത്തു. ഞാൻ എന്ത് ചെയ്യും? പോലീസ് ഇൻസ്പെക്ടർ പിടിച്ചെടുത്തു? ആമാ സാർ, ആകെ 12 കെട്ട് ഉണ്ടായിരുന്നു. അത് 10 കെട്ട് അവർ പിടിച്ചെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അപവാദം പറഞ്ഞാലുള്ള അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിൽ കൂടുതൽ ഇനി എന്ത് അനുഭവം വരാൻ സാർ? എന്റെ കയ്യിലുള്ള രൂപയും പോയി, സ്വർണവും പോയി. ഇതിൽ മേൽക്കൊണ്ട് എന്ത് അനുഭവം വരാൻ? സ്വാമി ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് സ്വാമിക്ക് ഓർമ്മയുണ്ട്? നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ കള്ളപ്പൊന്ന് പിടിച്ചപ്പോ ഞങ്ങളുടെ ആളുകളെ കൂടി നിങ്ങൾ കള്ളന്മാരാക്കാൻ പോവുകയാണ് അല്ലേ സാർ? അപ്പൊ പോലീസുകാർ സ്വർണം പിടിച്ചു പറിച്ചാൽ പറയാൻ പാടില്ലേ സാർ? ആണാണ് സ്വർണം പിടിച്ചു പറിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഏത് ഇൻസ്പെക്ടറാണ് സ്വാമിയുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങിച്ചത്? പേര് വന്ന് എനിക്കറിയാൻ പാടില്ല സാർ. ഏത് സ്ഥലത്ത് വെച്ചാണ് വാങ്ങിച്ചത്? മലപ്പുറം ജില്ലയിൽ വെച്ച്. എപ്പോൾ? ഇന്നലെ രാത്രി. ഇനിയും ആ ഇൻസ്പെക്ടർ കണ്ടാൽ സ്വാമിക്ക് അറിയാൻ കഴിയും. ഓഹോ, ബേസായിട്ട് അറിയാം. എല്ലാ പോലീസ് ഇൻസ്പെക്ടർമാരുടെ ഫോട്ടോയും ഇതിലുണ്ട്. നിങ്ങളോട് സ്വർണം വാങ്ങിയാരാണെന്ന് നോക്കി പറയും. കണ്ടുപിടിക്കുന്ന കാര്യമാണ് ശ്രമം. എല്ലാരും നോക്കിയാലും ഒരുപോലെ ഇരിക്കുന്നു. ഈ ആള് തന്നെ. ഇത് മിസ്റ്റർ KG പിള്ളേ. ഇദ്ദേഹം ഇപ്പോ കാലിക്കറ്റ് സബ് ഇൻസ്പെക്ടർ? അതെ, മിസ്റ്റർ പിള്ളയെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഇത്രയേറെ സത്യസന്ധനായ ഒരു ഇൻസ്പെക്ടർ എന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കണ്ടിട്ടേ ഇല്ല. സ്വാമിക്ക് ചിലപ്പോ ആൾ തെറ്റിപ്പോയതായിരിക്കും. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ. ഇല്ല സാർ, ഇത് തന്നെയാണ് ആള്. അയാളുടെ ശബ്ദം വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഞാനും സ്വാമിയുമായി അല്പനേരവും സംസാരിക്കും. വരും. സ്വാമി ഞാൻ കണ്ടപ്പോഴേ മനസ്സിലാക്കി ഒരു പാവവും ശുദ്ധനുമാണ്. സ്വാമി ആരോ ചതിച്ചതാണ്. സത്യം പറയൂ സ്വാമി, നിങ്ങളെ ഞാൻ രക്ഷിക്കാം. അമ്മാ, നിങ്ങൾ ആരാ മുതൽ അത് പറയണം. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഓ, അപ്പൊ സംശയമില്ല നമ്മളെ രക്ഷിക്കാൻ തന്നെ. സ്വാമിയെ രക്ഷിക്കാമെന്ന് ഇതാ ഉറപ്പ് തരുന്നു. സ്വാമി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും. സ്വാമിയുടെ രൂപയുണ്ട്, അത് കൊടുത്ത് വാങ്ങിച്ച് സ്വർണ്ണമുണ്ട്. ഇപ്പൊ രണ്ടും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, സ്വാമി ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്. നേരെ മറിച്ച് ആ സ്വർണം തന്ന ആരാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അവന്മാരെ കണ്ടുപിടിച്ചോളാം. സ്വാമി ഒരു മാപ്പ് സാക്ഷിയാക്കി മാറ്റി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാം. എന്ത് പറയും? അത് ഞാൻ പറയില്ല. പറഞ്ഞ പാവമല്ലേ സാർ? ശരി, ആളിനെ പറയില്ലെന്നല്ലേ സ്വാമി സത്യം ചെയ്തിട്ടുള്ളത്? കാണിച്ചതൊന്നുകൂടി. സത്യം സത്യമായിരിക്കുകയും ചെയ്യും. സ്വാമിക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. സാർ സമ്മതിച്ചു. വിഷമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോ നമുക്ക് ഇന്ന് തന്നെ പറയാം. നിങ്ങളാരാ? வந்துட்டியா? இது தங்கம் ஒன்று தெரியாதனால உனக்கு தூக்கம் வரல. தங்கமே தான் நிம்மதியாகல. அதுல போய் நல்லா படுத்து தூங்கு. വീട്ടിൽ 2-3 ദിവസമായിട്ട് പൂജയും ജപവും എല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഞാൻ അത് പോയി നടത്തിയിട്ട് രാവിലെ നമുക്ക് പോയാൽ പോരെ? സാധാരണഗതിയിൽ സ്വാമി അറസ്റ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ സ്വാമിയുടെ വാക്ക് വിശ്വസിച്ച് ഒരു സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ സ്വാമി ഞങ്ങൾ വിട്ടയക്കാം. നാളെ രാവിലെ ഇവിടെ വരണമെന്ന് മാത്രം. നല്ല കുമ്പിട്ടുവാ.
പാല് കഴിച്ചില്ലല്ലോ. ആരാത്? സ്വാമിങ്ങളും എന്തിനാണ്? ഇനി വരൂ, പറയട്ടെ. അകത്ത് വന്നു, നമുക്ക് ഇവിടെ സംസാരിക്കാമല്ലോ. വരാൻ പറഞ്ഞാൽ താൻ വരിയില്ല അല്ലേ? വരൂ. ഞാൻ തന്നോട് സ്വർണം വാങ്ങിച്ച വിവരം താൻ അവരോട് പറഞ്ഞു കൊടുത്തു അല്ലേ? ക്ഷമിക്കണം സാർ. താൻ ആരോടും പറയില്ലെന്ന് പറഞ്ഞില്ല അവിടെ നിന്ന് വന്നത്. സാർ, അവരെല്ലാം കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി സാർ. എന്ന കേസിൽ കുടുക്കിയിട്ട് താൻ മാപ്പുസാക്ഷിയായി രക്ഷപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. താൻ ജീവിച്ചിരുന്നാലല്ലേ എനിക്കെതിരായി മൊഴി കൊടുക്കും. சாகலையா? ஐயோ, ஏன் இப்பெல்லாம் பேசுறீங்க? ஏதாவது சொப்பனம் பார்த்துருப்பீங்க. இருங்க வர. அது என்னடி பிரயோஜனம்? நடக்க வேண்டிய எல்லாம் நடந்தாச்சு. இனிமே போலீஸ் சொல்றபடி கேட்டு எப்படியாவது ஒழுங்கா இதுல இருந்து தப்பிக்கணும். ஏதோ கஷ்டகாலத்து தோந்தின புத்தி. குருவாயிரப்பா, எனக்கு இல்ல, வேற யாருக்கும் கொடுக்காதப்பா இந்த புத்தி. ഇത് തന്നെ ആള്. ഇയാളോ? ആമാ. തമസാ നദിയുടെ തീരത്തൊരു നാൾ തപസിരുന്നൊരു രാജൻ തൊടുന്നതെല്ലാം പൊന്നാകാനൊരു വരം കൊടുത്തു ദൈവം. തമസാ നദിയുടെ തീരത്തൊരു നാൾ തപസിരുന്നൊരു രാജൻ കനകപ്രഭതൻ കല്ലോലിനിയിൽ കണ്ണുകൾ മങ്ങിപ്പോയി. കനകപ്രഭതൻ കല്ലോലിനിയിൽ കണ്ണുകൾ മങ്ങിപ്പോയി. കൊട്ടാരം പൊന്നാക്കി, കോട്ടകൾ പൊന്നാക്കി, കണ്ടതു പൊന്നാക്കി. തമസാ നദിയുടെ തീരത്തൊരു നാൾ തപസിരുന്നൊരു രാജൻ. ആർത്തി കുറഞ്ഞു, അമൃതത്തിനിരുന്നു, ആഹാരം പൊന്നായി പോയി. ആർത്തി കുറഞ്ഞു, അമൃതത്തിനിരുന്നു, ആഹാരം പൊന്നായി പോയി. അരുമക്കിടാവിനെ മാറോടണച്ചപ്പോൾ, അരുമക്കിടാവിനെ മാറോടണച്ചപ്പോൾ അവളൊരു സ്വർണ്ണ പ്രതിമയായി. തമസാ നദിയുടെ തീരത്തൊരു നാൾ തപസിരുന്നൊരു രാജൻ. കണ്ണു തുറന്നു കഥയെന്തെന്നറിഞ്ഞു,
തമസാ നദിയുടെ